ഗ്യാപ്പിലൊക്കെ ഒന്നുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താക്കി, രണ്ടാമതും ഇതുപോലെ നമ്മൾ ഓരോ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൽ കൂടെ ഒന്നുകൂടെ, സത്യം പറഞ്ഞാൽ ഇതിൽ പേയ്മെൻ്റ് ഒന്നും അഡ്വാൻസ് ഒരു വാങ്ങാണ്ട് നമ്മൾ ഈ ഓർഡർ എടുത്തിട്ടുണ്ടായത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഇതാണ് കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് പിക്ക് എന്ന് പറയുന്നത്. നമ്മളിത് 4 ഇയർ ബേബിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ലിയാൻലീൻ്റെ ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഞാനിത് കട്ടിംഗ് ആണ് നമുക്ക് ഏറ്റവും പണിയുള്ള പരിപാടി എന്ന് പറയാം. അപ്പം മെറ്റീരിയൽസ് 3 കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ലൈറ്റ് പിങ്ക്, പീച്ച്, അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ്, ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് സിഗ്സാഗ് പാറ്റേണാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴത്തെ ബോട്ടം പാർട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോ കളേഴ്സും ഈ ഒരു ഫസ്റ്റ് പീച്ച് നമ്മളെ ബോഡി പാർട്ടിലും, അതായത് സ്ലീവിലും ചെസ്റ്റിലും, അതുപോലെ തന്നെ ബോട്ടം പാർട്ടിൽ ഫസ്റ്റ് ആ ഒരു 3-4 ലെയേഴ്സ് വരുന്നുണ്ടല്ലോ, ആ ഒരു കളറാണ് കേട്ടോ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബോട്ടം പാർട്ടിലേക്ക് 7 മീറ്റർ ഫാബ്രിക്, ബോഡിയിലേക്കും ബോട്ടം പാർട്ടിലേക്കും ഈ ഒരു കളറ് 7 മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ലൈറ്റ് പിങ്ക് വരുന്നത് ഒരു 3.5 മീറ്ററും ഓറഞ്ച് ഷെയ്ഡ് 4.5 മീറ്ററാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ ഞാൻ എക്സ്ട്രാ 2 മീറ്ററും കൂടെ വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സെയിം പീച്ച് ഷെയ്ഡ് കേട്ടോ. സ്ലീവൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഫാബ്രിക് ഷോർട്ടായിപ്പോയി. അപ്പോൾ വീണ്ടും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ സിഗ്സാഗ് പാറ്റേണിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈനിങ്സൊക്കെ ഞാൻ 4 ഇയർ ബേബിക്കായതുകൊണ്ട് തന്നെ 2 മീറ്റർ ലൈനിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലെയർസിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിഗ്സാഗ് പാറ്റേണൊക്കെ ലെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും നെറ്റ് ഫാബ്രിക്കിൻ്റെ മുകളിലാണ്. അപ്പോൾ കുറച്ചധികം ഫാബ്രിക് എക്സ്ട്രാ വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, 2 മീറ്റർ വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിഗ്സാഗ് പാറ്റേണിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 7 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിലാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സിഗ്സാഗ് പാറ്റേൺ. അപ്പോൾ നമുക്ക് 0 വേസ്റ്റേജ് വരും. നമ്മൾ ചില ആൾക്കാരൊക്കെ കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഒരുപാട് വേസ്റ്റ് വരുന്നത് സിഗ്സാഗ് പാറ്റേണൊക്കെ വരുമ്പം ആ കട്ടിങ് വരുമ്പോൾ സമയത്ത് ഒരുപാട് വേസ്റ്റ് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ നമുക്ക് ഫാബ്രിക് ഒട്ടും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഫാബ്രിക് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ നല്ലോണം ഫാബ്രിക് പിന്നെയും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ മാക്സിമം ഫാബ്രിക്സൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടും വേസ്റ്റ് ആക്കാതെ എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഈ ഒരു കളറ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സിഗ്സാഗ് പാറ്റേണിൽ കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ ഞാൻ ഓരോ ലെയറിലും നമ്മൾ എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ടാണ് ഓരോ ഫാബ്രിക്, ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്ത് കാൽക്കുലേറ്റർ വെച്ചെല്ലാം ചെയ്തിട്ടാണ്. പിന്നെ അത് 4 ഇയറിൻ്റെ ആകുമ്പം എത്ര ലെങ്ത്ത് ബോട്ടം പാർട്ടിലേക്ക് വേണം, അതിൽ ഓരോ ലെയറും എത്ര കളേഴ്സ് വേണം, ഓരോ കളറും എത്ര ലെയറിലേക്ക് വരണം, അങ്ങനെയൊക്കെ നമ്മൾ മെഷർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ മെഷർമാരാണല്ലോ തെറ്റിപ്പോവും. അങ്ങനെ എന്താ വെച്ചാൽ ഈ ലെയർ ഫ്രോക്ക് ഞാൻ വിചാരിക്കുന്നു 2 ഇയേഴ്സ് മുമ്പാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലാവെൻഡർ പർപ്പിൾ ഷെയ്ഡിലൊക്കെ വന്നിട്ടുണ്ടായത് നമ്മൾ പേജിൽ കാണും. അതിൻ്റെ ബട്ടർഫ്ലൈ വിങ്സും പിന്നെ ടെയിലൊക്കെ വെച്ചിട്ട് പാൻറ്റീസൊക്കെ ചെയ്തിട്ട് ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയെല്ലാം സെറ്റ് ചെയ്തിട്ട് സിഗ്സാഗ് പാറ്റേൺ, ഞാൻ ആദ്യമേ പാറ്റേൺസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായി. ഇതിൻ്റെ സിഗ്സാഗ് പാറ്റേണിലേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് ഈ സിഗ്സാഗ് പാറ്റേണൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കറക്റ്റ് മനസ്സിലാവും. പിന്നെ നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്ത സമയത്ത് കസ്റ്റമറിന് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് കേട്ടോ കളർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് സെലക്ട് ചെയ്ത് മേക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കസ്റ്റമർ ചെറിയൊരു ആൾട്രേഷൻ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കട്ടിങ് വീഡിയോസ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു നല്ല ഫ്രോക്കിൻ്റെ തന്നെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടോ. ഇതിലാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയ പാറ്റേൺ ആണ്, അതുപോലെ തന്നെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ട് നമ്മളിതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മളിത് ബഡ്ജറ്റ് കസ്റ്റമൈസേഷനാണ് ചെയ്തിട്ടുള്ളത്, ഹെവി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, കുറഞ്ഞ ബഡ്ജറ്റിൽ. കാരണം ഇത് ലിയാൻലിൻ്റെ ബ്രാൻഡഡ് ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രോക്കാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ കസ്റ്റമറിന് ചെയ്ത് കൊടുത്തതാണ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ സിഗ്സാഗ് പാറ്റേൺ വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം അടുത്ത കളേഴ്സ് ഞാൻ ലൈറ്റ് പീച്ച്, അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ, പിങ്ക് ഷെയ്ഡ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കട്ടിങ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വലിയ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. നമ്മൾ കട്ടിങ് ചെയ്തപ്പോൾ ആദ്യം നമ്മൾ ഫ്രോക്ക്
മേക്ക് ചെയ്ത പോലെ തന്നെയാണ്. അത്യം എഫേർട്ട് നമ്മൾ കട്ടിങ്ങിൽ ചില പാറ്റേൺസൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടി വരും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ പുതിയ ഫ്രോക്ക് അല്ലെങ്കിൽ പാറ്റേൺസ് പുതിയത് വരുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം എടുക്കും കട്ട് ചെയ്യാനും കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. നിങ്ങൾ അങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. കാരണം നമുക്ക് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന ഫ്രോക്ക് തന്നെയാണെങ്കിലും നമ്മൾ സൈസൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെ സൈസ് കൂട്ടണം, എവിടെയൊക്കെ ലെങ്ത്തും, അതായത് ഓരോ ലെയറിലും എത്ര ലെങ്ത്ത് കൂട്ടണം, അപ്പോൾ എത്രമാത്രം ലെയറിൽ ഡിഫറൻസ് ഉണ്ടാകും, ഇതൊക്കെ നമ്മളിങ്ങനെ കുറേ നമ്മൾ ഇരുന്ന് ചിന്തിച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ സമയം പോകാറുണ്ട്. എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ടൈം നമ്മളിങ്ങനെ കട്ടിങ്ങിലാണ് എടുക്കുന്ന എഫേർട്ട് നമ്മൾ കൂടുതൽ എടുക്കുന്നതെന്ന് തോന്നാറുണ്ട്. കട്ടിങ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി ഇത് കഴിഞ്ഞു, നമുക്ക് ആ ഒരു പകുതിയല്ല മുക്കാലും കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം നമുക്ക് വേണ്ടുള്ളൂ. കട്ടിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും അല്ലേ. കട്ടിങ്ങിൽ എന്തെങ്കിലും ചെറിയ ഇതുപോലെ ലെങ്ത്തിലൊക്കെ ചെറിയ ഡിഫറൻസ് വന്നാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. അങ്ങനെ ഇടയ്ക്ക് നല്ല പണിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഫാബ്രിക്സൊക്കെ നോക്കാതെ കട്ട് ചെയ്ത് പിന്നെ ആദ്യം ഫാബ്രിക്സൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഞാൻ ഈ ഫാബ്രിക്സ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് പാറ്റേൺസൊക്കെ കട്ട് ചെയ്യും കേട്ടോ. എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നൊരു ലുക്ക് കിട്ടില്ലെങ്കിൽ പിന്നെ ആദ്യം മാറ്റി പിന്നെ ആദ്യം മാറ്റി തുന്നഴിച്ച് പിന്നെയും സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ ആ ഫാബ്രിക്സൊക്കെ മൂലക്കാവും. പിന്നെ എന്തെങ്കിലും ഫ്രോക്കൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അപ്പോൾ സമയം കിട്ടാറില്ല. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ റെഫറൻസ് പിക്കൊക്കെ കാണിച്ചിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ കളർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് സത്യം പറഞ്ഞാൽ ഒരുപാട് ഫാബ്രിക്സ് ഇപ്പോൾ ഇവിടെ ബാലൻസ് ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ബോഡി പാർട്ടും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നമ്മൾ ആ ഒരു സെയിം പാറ്റേണിലാണ് ബോഡി പാർട്ട് കട്ട് ചെയ്തത്. പക്ഷേ പണി കിട്ടിയെന്ന് വെച്ചാൽ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി ആ നെക്ക് പോർഷനിലും കൂടെ വി ഷേപ്പിൽ എല്ലായിടത്തും കൂടെ ലൈനിങ് ഫാബ്രിക് വെക്കണം എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ ഫാബ്രിക്സൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഗ്യാദർ ചെയ്തെടുക്കണം. നമ്മൾ ഓരോ ലെയേഴ്സിലേക്ക് ഇതുപോലെ ഫാബ്രിക്സ് ഗ്യാദർ ചെയ്തിട്ടാണ് ആ സിഗ്സാഗ് പാറ്റേണിലുള്ള നെറ്റ് ഫാബ്രിക് ഇതുപോലെ ഗ്യാദറിങ് ഫ്രൂട്ട് യൂസ് ചെയ്തിട്ട് ഗ്യാദർ ചെയ്തെടുക്കുന്നുണ്ട്. സിസ്റ്ററാണ് കേട്ടോ ഇങ്ങനെ ഗ്യാദറിങ് ഒക്കെ ചെയ്ത ഫാബ്രിക്സൊക്കെ. അപ്പോൾ പിന്നെ നമ്മളത് രാത്രി മൊത്തം ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു. അപ്പോൾ ഇതിൽ ഒരു ബിഹൈൻഡ് സ്റ്റോറി ഉണ്ട് ഈ ഹാൻഡ് വർക്കിൽ. കാരണം നമ്മൾ ഒരു വർക്ക് ഡീറ്റെയിലിങ്ങിൽ ഒരു സിൽവർ ഒരു സ്റ്റോൺ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ലേസ് എന്നാണ് കേട്ടോ ഞാനത് അടിച്ചെടുത്തിട്ടുള്ളത്. കാരണം സെയിം സ്റ്റോൺ നമുക്കിവിടെ നാട്ടിൽ ലോക്കൽ മാർക്കറ്റിലൊക്കെ ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് എത്താനുള്ള സമയം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തായാലും ഇതിങ്ങനെ ചെയ്യാതെ ഉള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അതൊരു സ്റ്റോണ് നമ്മളിങ്ങനെ ഗം ചെയ്തിട്ട് വെക്കേണ്ടതാണ് കേട്ടോ, ഹാൻഡ് സ്റ്റിച്ച് ചെയ്യേണ്ടതല്ല. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. ഇത് സ്ലീവിലേക്കുള്ള ഫാബ്രിക്സ് ഗ്യാദർ ചെയ്യുന്നതാണ്, സെൻറ്ററിലൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പുറത്തുനിന്ന് നമ്മൾ നെറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ ഓരോ ലേയേഴ്സും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ബോട്ടം പാർട്ടിലാണ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ കളേഴ്സായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ലൈനായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫുൾ സർക്കിളിലല്ല ചെയ്തിട്ടുള്ളത്, കുറച്ച് അത്യാവശ്യം ബോട്ടം പാർട്ടിലേക്ക് ഒരു ലൂസായിട്ട് വരുന്ന രീതിയിൽ, എന്നാലും അധികം എടുത്തിട്ടുമില്ല. അപ്പോൾ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. ആ ഒരു ഷേപ്പിലാണ് നമ്മൾ നെറ്റ് ഫാബ്രിക് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോ ലെയേഴ്സും ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഓരോ കളേഴ്സായിട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൂടെയാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ആ കളറൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ നമ്മൾ ആ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മളേറ്റവും മുകളിലേക്കുള്ള ഒരു ലെയറും കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടെ ഫാബ്രിക്സ് ഒന്ന് ബോട്ടം പാർട്ടിൽ അല്ല നമ്മൾ ആ ഒരു ഫസ്റ്റ് കളർ ഉണ്ടല്ലോ മുകളിലേക്ക് വരുന്നത് അത് കുറച്ച് കുറഞ്ഞ പോലെ തോന്നി. പിന്നെ ഞാൻ എന്താക്കി രണ്ടാമതും നമ്മൾ കുറച്ച് ഫാബ്രിക്സ് ബാലൻസ് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ഈ ഒരു സിഗ്സാഗ് പാറ്റേണിൽ കട്ട് ചെയ്തിട്ട് ഗ്യാദർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താക്കി ഒന്ന് ഗ്യാപ്പിലൊക്കെ ഒന്നുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താക്കി രണ്ടാമതും ഇതുപോലെ നമ്മൾ ഓരോ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൽ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു ഫില്ല് ചെയ്തിട്ട് വരികയും ചെയ്തു. കുറച്ചും കൂടെ ഒരു ലെയർ 1-2 ലെയർ കൂടെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം കുറച്ചും കൂടെ ഭംഗിയാവും ചെയ്യുമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും 1 ഇയർ ബേബിക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയൊക്കെയാണ് ഫ്രോക്കൊക്കെ അധികം ചെയ്യൽ. നമ്മൾ മോസ്റ്റ്ലി നമുക്ക് ഓർഡേഴ്സ് വരുത്തുക.
അപ്പോൾ ഇത് ഒരു 4 ഇയർ ബേബിക്കായതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നു. കാരണം ഈ ഒരു സൈസ് നമ്മൾ ചെയ്യുന്നില്ല. അത് മറ്റ് 1 ഇയർ ബേബിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്ര ലെയേഴ്സ് വരും, ഓരോ ലെയേഴ്സിൽ എത്ര കളേഴ്സ് വരാമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടായി. അതിനിടയിൽ തന്നെ സിസ്റ്റർ സ്ലീവിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്തിട്ടോ. സ്ലീവ് നമ്മൾ സാധാരണ നോർമൽ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്, കട്ടിങ് വരുന്നത്. പക്ഷേ അതിന് മുകളിൽ നമ്മൾ ഫാബ്രിക്സ്, നമ്മൾ നെറ്റ് ഫാബ്രിക് ഇതുപോലെ ഗ്യാദർ ചെയ്തിട്ട് അത് സെൻട്രലായിട്ടാണ് നമ്മളതിൻ്റെ സ്റ്റിച്ച് ഗ്യാദറിങ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഓരോ സെറ്റിങ്ങിന് അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തുന്നത്. ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ ഒക്കെ മാത്രമായിട്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്, കാണാത്തവർ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ടെന്ന് തോന്നി സ്ലീവിൽ. അപ്പം രണ്ടാമതും മാറ്റിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് ഇങ്ങനെ എന്താ പറയുക ഓഫായിട്ട് നിൽക്കുന്ന ആ ഒരു ലുക്കിലേക്ക് നമ്മൾ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫാബ്രിക്സ് രണ്ടാമത് വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിട്ടോ. ഹാൻഡ് വർക്ക് വരുന്നത് നമ്മൾ നെക്കിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്തുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി പാർട്ടിൽ തന്നെ ഇതുപോലെ ക്രോസ് ആയിട്ട് പ്ലീറ്റ് ആയിട്ട് ഫാബ്രിക്സ് വരുന്നുണ്ട്. നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത്. 4 ഇയർ ബേബി നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഒന്ന് കറക്റ്റ് സൈസൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കസ്റ്റമറിനും ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ വെയർ ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഓരോ കസ്റ്റമേഴ്സിന് ഭയങ്കര, പിന്നെ നമുക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. 4 ഇയേഴ്സിൽ നമ്മൾ അധികം ചെയ്യാത്തത് കൊണ്ട് തന്നെ. അപ്പം മോനെ ഉണ്ടായിരുന്നു കേട്ടോ, സിസ്റ്ററിൻ്റെ മോനാണത്. അപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഓൻ്റെ അളവിലാണ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കസ്റ്റമറിൻ്റെ ആ ഒരു നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു, സ്റ്റാൻഡേർഡ് സൈസിൻ്റെ. പിന്നെ ഈ ഒരു ഫ്രോക്ക് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമറിനാണ് വേണ്ടിയാണ് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ ഫസ്റ്റ് ബേർഡേൻ്റെ ഫ്രോക്ക് മുതൽ 3 ഇയേഴ്സ് വരെ നമ്മൾ ആ ഒരു ബേബിക്ക് നമ്മൾ തന്നെയാണ് ബേർഡേൻ്റെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായത്. മോസ്റ്റ്ലി അവർ സെലക്ട് ചെയ്ത് ലിയാൻലീൻ്റെ ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് റിപ്പീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരോട് സത്യം പറഞ്ഞാൽ ഇതിൽ പേയ്മെൻ്റ് ഒന്നും അഡ്വാൻസ് ഒരു വാങ്ങാണ്ടാണ് നമ്മൾ ഈ ഓർഡർ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ടും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ലാസ്റ്റ് വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ. നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഫുൾ എമൗണ്ടും അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡിസ്പാച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അത് റിപ്പീറ്റഡ് കസ്റ്റമർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.